ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ. അനേകം അണുഗണങ്ങൾ വിഭജിച്ച് അവസാനം ഒരു ശക്തിയുള്ള ആറ്റം ബോംബ് ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിലെ എനർജി ഗ്രൂപ്പുകളുടെ രൂപീകരണവും. അതായത് ഓരോ എനർജി ഗ്രൂപ്പും അവരുടെ പരിശ്രമമനുസരിച്ച് ചിലരെ മനസ്സോടുകൂടിയും ചിലരെ മനസ്സില്ലാതെയും ചിലരെ പറ്റിച്ചുകൊണ്ടും അവർ എനർജികൾ സ്വരൂപിച്ചുകൊണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായിത്തീരുന്നു. ഈ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ കർമ്മത്തിലൂടെ തന്നെയാണ് അവർ ദൈവത്തെ കാണുന്നതും എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞൊരു വാക്കിന് വലിയ വിലയുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ഈ എനർജി ഗ്രൂപ്പിനെ വിശദീകരിച്ചുകൊണ്ട് ദൈവത്തിന് അതിനെ ദൈവമക്കളായി തീർക്കാൻ കഴിയും. എന്നാൽ അത് ക്രിസ്തു എന്ന ആ ശക്തി, ക്രിസ്തു എന്ന ആ ദൈവത്തെ അറിഞ്ഞാൽ മാത്രമേ അതിനുള്ള അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അങ്ങല്ലെങ്കിൽ വ്യത്യസ്ത എനർജി ഗ്രൂപ്പായി തന്നെ അത് പിന്നീടും കാലശേഷവും മരണശേഷവും ആത്മീയമായി തുടരുകയും ചെയ്യും. അതുപോലെ നാം മനസ്സിലാക്കേണ്ട പ്രത്യേകമായൊരു കാര്യം പലപ്പോഴും പറയാറുണ്ട്, പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും കുറേ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒത്തിരി കുറവുകളുള്ളവരായി കാണാറുണ്ടെന്ന്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവപുത്രന്മാരെയും ദൈവപുത്രിമാരെയുമാണ് ദൈവരാജ്യ സ്ഥാപനത്തിൽ. അതായത് ദൈവത്തോട് കൂടി അടുക്കുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും അനേക വികാര വിചാരങ്ങളും കടന്നു വരുന്നതിൻ്റെ ഫലമായി ഒരു പക്ഷേ ആ വ്യക്തി മറ്റുള്ളവരുടെ തെറ്റുകളുടെ ഫലമായി കാലിടറി വീഴാൻ സാധ്യതകളുണ്ട്. അപ്പോഴാണ് പലപ്പോഴും പറയുന്നത്, ഇത്രയും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി എന്തുകൊണ്ടാണ് കാല് ഇടറി വീഴുന്നതെന്ന്. ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ചിന്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരാകുമ്പോൾ വലിയ തകർച്ചകളിലേക്ക് നമ്മുടെ മനസ്സും ജീവിതം എത്തിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഭർത്താവിന് കുറ്റം ഭാര്യയോട് പറയുമ്പോൾ, ഭാര്യയുടെ കുറ്റം ഭർത്താവിനോട് പറയുമ്പോൾ, ശിഷ്യന്മാരുടെ കുറ്റം ഗുരുക്കന്മാരോട് പറയുമ്പോൾ, അപ്പൻ്റെ കുറ്റം അമ്മയോട് പറയുമ്പോൾ, അമ്മയുടെ കുറ്റം അപ്പനോട് പറയുമ്പോൾ, ഈ തന്ത്രം ശരിക്കും സാത്താൻ അറിയാം. സാത്താൻ കുടുംബത്തെയും സമൂഹത്തെ നശിപ്പിക്കാൻ ഏറ്റവും വലിയ തന്ത്രമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിത്തീരുമ്പോൾ ഇവർ പരസ്പരം എടുത്തിട്ട് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ വിയോജിതമായി ഒത്തിരി കുടുംബ തകർച്ചകളും സമൂഹ തകർച്ചയും ഉണ്ടാകുന്നു.